2018 ഒരു കൗതുകത്തിന്റെ പേരിൽ തുടങ്ങിയ പെൻസിൽ ഡ്രോയിങ് ഇന്ന് ക്യാൻവാസിൽ വിസ്മയം തീർക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. വടക്കേ മലബാറിന്റെ വിശ്വാസക്കരുത്തായ തെയ്യക്കോലങ്ങളുടെ മുഖത്തെ ഓരോ സൂക്ഷ്മഭാവങ്ങളും അതേപടി ക്യാൻവാസിൽ പകർത്തുന്ന ഒരു യുവാവ്. പെൻസിൽ ഡ്രോയിങ്ങിൽ വിസ്മയം തീർക്കുന്ന, മ്യൂറൽ പെയിന്റിംഗിൽ അതിലേറെ കൗതുകം തീർക്കുന്ന ഒരു മകനെയും അമ്മയെയും പരിചയപ്പെടാം. അമ്മ ഹേമജ ചുവർചിത്രങ്ങളുടെ ലോകത്ത് വിസ്മയം തീർക്കുമ്പോൾ മകൻ രാഹുൽ പെൻസിൽ തുമ്പിലൂടെ റിയലിസ്റ്റിക് ചിത്രങ്ങളുടെ ലോകത്ത് പുതിയൊരു വിസ്മയം തീർക്കുകയാണ്. അച്ഛനും കല മുറുകെ പിടിച്ചയാളു തന്നെ, പ്രശസ്ത വിങ്കലശില്പി പടിഞ്ഞാറ്റയിൽ രമേശൻ. കലയും പാരമ്പര്യവും ശ്വസിക്കുന്ന മണ്ണിൽ നിന്ന് ഒരു പ്രതിഭയെ കൂടി കേരളത്തിന് പരിചയപ്പെടുത്താം. കണ്ണൂർ കുഞ്ഞിമംഗലം മൂശാരിക്കോവിൽ സ്വദേശിയായ രാഹുൽ വെറും പെൻസിലും പേപ്പറും കൊണ്ട് കണ്ണുകളെ അത്ഭുതപ്പെടുത്തുന്ന റിയലിസ്റ്റിക് തെയ്യക്കോലങ്ങളെ വരച്ചുവെക്കുന്ന രാഹുലിന്റെ കല വടക്കേ മലബാറിന്റെ അനുഷ്ഠാന കലയോടുള്ള കടുത്ത പ്രണയമാണ് വിളിച്ചോതുന്നത്. അപ്പോൾ 2018 മുതലാണ് ഞാൻ ചിത്രം വരച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരച്ചൊരു ചിത്രം മുത്തപ്പന്റെ ചിത്രമായിരുന്നു. അപ്പോൾ അത് എൻ്റെ പേരൻസ് കാണുകയും അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുകയും എന്നെ നേരെ ഒരു ക്ലാസ്സിന്, ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സിന് കൊണ്ടു ചേർത്തു. എന്നെ ആദ്യമായിട്ട് ഡ്രോയിങ് പഠിപ്പിച്ചത് AB ബിജു മാഷാണ്, എൻ്റെ നാട്ടിൽ തന്നെയില്ലേ. അപ്പോൾ മാഷ കീഴിൽ ഞാൻ ഡ്രോയിങ് പഠിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ പഠിച്ചത് ഫൈൻ ആർട്സ് ആണ്. പിന്നീടാണ് ഞാൻ തെയ്യത്തിൻ്റെ ചിത്രങ്ങളിലേക്ക് കടക്കുന്നത്. ആദ്യം തെയ്യത്തിൻ്റെ ചിത്രങ്ങൾ മുത്തപ്പനെ വരച്ചതിന് ശേഷം പിന്നെ വരച്ചത് ശരിയായില്ല. പിന്നെ അത് കുറേ പ്രാക്ടീസ് ചെയ്തു. പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഒരുപാട് തെയ്യത്തിൻ്റെ ചിത്രങ്ങൾ എനിക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ചിത്രങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത സമയത്താണ് ഒരുപാട് പേര് ഇതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുകയും, പ്രത്യേകിച്ച് തെയ്യത്തിൻ്റെ കണ്ണുകളെ പറ്റിയാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ഈ ചിത്രങ്ങൾ പൂർണ്ണമായിട്ടും വരച്ചെടുക്കുന്നത് കളർ പെൻസിൽ കൊണ്ടാണ്. അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയം എന്ന് വെച്ചാൽ ഇത് കളർ പെൻസിൽ കൊണ്ട് വരക്കുന്നതാണോ അല്ല പ്രിന്റ് എടുത്ത് വെക്കുന്നതാണോ എന്നൊക്കെയാണ് കുറേ പേര് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തെളിവിനായിട്ട് ഞാൻ വരക്കുന്ന ഓരോരോ വീഡിയോ എൻ്റെ പ്രോസസ്സ് സഹിതം ഞാൻ എൻ്റെ വീഡിയോസിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അമ്മ ഹേമജ കൈവച്ചത് മ്യൂറൽ പെയിന്റിംഗിലാണ്. ഇതിനോടകം തന്നെ 40-ലധികം ചിത്രങ്ങൾ വരച്ചു. മ്യൂറൽ പെയിൻറ്റിങ്ങിലേക്ക് വന്നത് പഠിക്കുന്ന സമയത്ത് ഞാൻ ചെറിയ തോതിൽ ചിത്രം വരക്കാറുണ്ടായിരുന്നു. പിന്നെ ആ സമയത്തൊന്നും പഠിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. പുറത്ത് പോയിട്ടൊന്നും പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനെയുള്ള അവസരവും സാഹചര്യവും എല്ലാം എനിക്കും ഉണ്ടായത്. അപ്പോൾ അത് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പയ്യന്നൂർ പെരുന്തേട്ട തമ്പാൻ മാഷെടുത്ത ക്ലാസ്സിന് പോയത്. അങ്ങനെ 6 മാസത്തെ ക്ലാസ് പഠിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് വരച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അത് രാത്രി സമയങ്ങളിൽ മാത്രമാണ് വരക്കാൻ എനിക്ക് സമയം കിട്ടാറ്. പകല സമയത്ത് ഞാൻ യോഗ ഇൻസ്ട്രക്ടർ ആയതുകൊണ്ട് അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ലബിൽ പോവാറുണ്ട്. കല കൈമുതലാക്കിയ പിതാവ് പ്രശസ്ത വെങ്കലശില്പി പടിഞ്ഞാറ്റയിൽ രമേശനാണ് കലാകുടുംബത്തിന്റെ അമരക്കാരൻ. ഞാൻ വെങ്കലശില്പകലയിൽ ഏകദേശം ഒരു 45 വർഷത്തോളമായി ഇത് പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ പ്രവൃത്തി പഠിക്കേണ്ടത്. അച്ഛൻ പടിഞ്ഞാറ്റയിൽ ഗോവിന്ദൻ. അപ്പോൾ അതൊരു പാരമ്പര്യ കുടുംബമാണ് നമ്മളത്. ഏകദേശം ഒരു 900 വർഷത്തെ പഴക്കൊണ്ട് ഈ കുഞ്ഞിമംഗലം വെങ്കലശില്പ പൈതൃക ഗ്രാമത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അന്യം നിന്ന് പോകുന്നതുകൊണ്ട് പുതിയ തലമുറ ഇതിലേക്ക് വരണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത് തിരഞ്ഞെടുക്കുകയും ചെയ്തത്. അപ്പോൾ ഈ വെങ്കലശില്പം തിരഞ്ഞെടുത്തു. അപ്പോൾ പണി പഠിച്ചു. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പല ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങളായാലും പൂജാവിഗ്രഹങ്ങൾ, അത് പ്രതിഷ്ഠാവിഗ്രഹങ്ങളായാലും ശൈവ്യ വിഗ്രഹമായാലും കൊടിമരം, ദീപസ്തംഭം, പൂജാപാത്രങ്ങൾ, അപ്പോൾ വീട്ടുപകരണങ്ങളായിട്ട് ലക്ഷ്മി വിളക്ക്, അങ്ങനെ മുതലായ ഐറ്റംസ് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പൂരക്കളി കലാരംഗത്ത് പൂരക്കളി പണിക്കറായിട്ട് കുഞ്ഞിമംഗലം ശ്രീ വടക്കംകോവിൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂരക്കളി പണിക്കറായിട്ടും ഞാൻ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. കണ്ണുകളിൽ അഗ്നി പടർത്തിയ ഉഗ്രമൂർത്തികളുടെ തന്മയീഭാവം ക്യാൻവാസിൽ രാഹുലിന്റെ കൈകളാൽ വീണ്ടും പുനർജനിക്കുന്നതോടെ കാഴ്ചക്കാരും അത്ഭുതത്തോടെ നിന്നുപോകും. കലയെ പ്രാണനായി കരുതുന്ന, കലയെ നെഞ്ചേറ്റിയ, കല ഉപജീവനമാർഗമാക്കിയ ഈ കലാകുടുംബം നമുക്കും ഒരു മാതൃകയാണ്. ഷാജി കിഴറയ്ക്കൊപ്പം ലിസിത ജനാർദ്ദനൻ, സീൽ ന്യൂസ്, ധർമ്മശാല.